2026-27 വർഷത്തെ വാർഷിക പദ്ധതി രൂപീകരണത്തിനായി കാസർഗോഡ് നഗരസഭ വികസന സെമിനാർ സംഘടിപ്പിച്ചു. നെല്ലിക്കുന്ന് MLA ഉദ്ഘാടനം ചെയ്തു. 14ാം പഞ്ചവത്സര പദ്ധതിയുടെ ഭാഗമായി 2026-27 വർഷത്തെ വാർഷിക പദ്ധതി രൂപീകരണത്തിനായി കാസർഗോഡ് നഗരസഭ വികസന സെമിനാർ സംഘടിപ്പിച്ചു. നെല്ലിക്കുന്ന് MLA സെമിനാർ ഉദ്ഘാടനം ചെയ്തു. നമ്മുടെ നാട്ടിൽ ഒരുപാട് നിയമങ്ങളുണ്ട്. ആ നിയമങ്ങളെ മറികടന്ന് ജനങ്ങളെ രക്ഷിക്കുവാൻ പലപ്പോഴും നമുക്ക് സാധിക്കുന്നില്ല. ഇപ്പോൾ നായ്ക്കളുടെ ശല്യം പോലെ തന്നെയാണ് നമ്മുടെ വന്യജീവികളുടെ ശല്യം. നമ്മളിപ്പോൾ വനപ്രദേശങ്ങളിൽ താമസിക്കുന്ന ആളുകളൊക്കെ നമ്മുടെ സഹോദരന്മാർ ഈ വന്യജീവികളുടെ ശല്യം എത്രമാത്രം രൂക്ഷമായി അനുഭവിക്കുന്നുണ്ട് എന്ന് നമുക്കെല്ലാവർക്കും അറിയാവുന്നതാണ്. അപ്പോൾ നഗരത്തിലെ നമ്മെ സംബന്ധിച്ചിടത്തോളം അത്തരം ശല്യങ്ങൾ ഇല്ല എങ്കിലും പ്രിയപ്പെട്ട സെക്രട്ടറി ഇവിടെ സൂചിപ്പിച്ചതുപോലെ നായ്ക്കളുടെ ശല്യം ഒരുപാട് നമുക്ക് അഭിമുഖീകരിക്കേണ്ടി വരുന്നുണ്ട് എന്നത് തീർച്ചയായും നഗരത്തിൽ അധിവസിക്കുന്ന നമ്മെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നമാണ്. ആ പ്രശ്നം തീർച്ചയായും നമുക്ക് വളരെ നന്നായി കൈകാര്യം ചെയ്യണം. ഇന്നത്തെ ഈ യോഗത്തിൽ നമ്മൾ ചർച്ചയ്ക്കെടുക്കേണ്ട ഒരു പ്രധാനപ്പെട്ട വിഷയം അത് എന്നത് കൂടി ഞാനിവിടെ സൂചിപ്പിക്കുവാൻ ആഗ്രഹിക്കുകയാണ്. ചെയർപേഴ്സൺ ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു. ഇപ്പോൾ ഈ കാസർഗോഡ് നഗരത്തിൽ അധിവസിക്കുന്ന ഞാനും നിങ്ങളും ഇന്നിപ്പോൾ അഭിമുഖീകരിക്കുന്ന ഏറ്റവും വലിയ പ്രശ്നം എന്നത് നമ്മുടെ നഗരത്തിൽ നമ്മൾ ഇന്ന് അനുഭവപ്പെടുന്ന ഗതാഗതക്കുരുക്കാണ്. വരാനിരിക്കുന്ന നാളുകളിൽ അത് കൂടുതൽ വർദ്ധിക്കും. ഇപ്പോൾ റംസാൻ നമ്മുടെ പടിവാതിക്കൽ എത്തി നിൽക്കുകയാണ്. റംസാൻ ആയാൽ ആ ഗതാഗതക്കുരുക്ക് കൂടുതൽ രൂക്ഷമാകും. എല്ലാ റംസാനിലും എല്ലാ വിഷു വരുമ്പോഴും എല്ലാ ഓണം വരുമ്പോഴും നമ്മളൊക്കെ നമ്മളൊക്കെ ചിന്തിക്കുന്ന പ്രശ്നമാണ് ഇത് എങ്ങനെ പരിഹരിക്കും എന്നതിനെക്കുറിച്ച്. അപ്പോൾ പുതിയ ഭരണസമിതി ഇവിടെ അധികാരം ഏറ്റെടുത്തിരിക്കുകയാണ്. ആ ഭരണസമിതിയുടെ മുമ്പാകെ വരുന്ന ഏറ്റവും വലിയ പ്രശ്നം ഇതാണ് എന്നതുകൂടി ഞാൻ സൂചിപ്പിക്കുവാൻ ആഗ്രഹിക്കുകയാണ്. നഗരസഭാ ചെയർപേഴ്സൺ ഷാഹിന സലീം അധ്യക്ഷത വഹിച്ചു. ആസൂത്രണ സമിതി വൈസ് ചെയർപേഴ്സൺ അബ്ദുൽ-റഹിമാൻ മുഖ്യപ്രഭാഷണം നടത്തുകയും വികസന സ്ഥിരം സമിതി ചെയർപേഴ്സൺ സമീന മുജീബ് കരട് രേഖ അവതരിപ്പിക്കുകയും ചെയ്തു. വൈസ് ചെയർപേഴ്സൺ KM ഹനീഫ്, സ്ഥിരം സമിതി അധ്യക്ഷരായ ഹമീദ് ബെദിര, മെഹറുനിസ ഹമീദ്, ജാഫർ കമാൽ, വിദ്യാശ്രീ, മുൻ ചെയർപേഴ്സൺ ബി ഫാത്തിമ ഇബ്രാഹിം, TE മുക്താർ, AM കടവത്ത്, KM അബ്ദുൽ-റഹിമാൻ, കൗൺസിലർമാരായ ശാരദ, അനിൽ ചെന്നിക്കര, സെക്രട്ടറി നൌഷാദ് എഞ്ചിനീയർ ആന്റണി M വട്ടോളി എന്നിവർ ചടങ്ങിൽ സംബന്ധിച്ചു. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്.